ഗേറ്റിന് വെളിയിൽ ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയ സ്വരം കേട്ടപ്പോൾ അരുണിമയുടെ ഉള്ളൊന്ന് കുടഞ്ഞു. അവൾ ഭയം നിറഞ്ഞ കണ്ണുകളോടെ ചന്ദ്രമതി ചേച്ചിയെ നോക്കി. എടി പെണ്ണേ, പേടിക്കണ്ട. നിന്റെ ഇഷ്ടമില്ലാതെ അവന് നിന്നെ നിർബന്ധിച്ച് കെട്ടാനൊന്നും പറ്റില്ല. സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ പോയി പോലീസിൽ നിന്റെ ഏട്ടനെയും ഇപ്പം പോയ ആ മാരണത്തിൻ്റെയും പേരിൽ ഒരു പരാതി കൊടുക്കുക. അപ്പോൾ ശരിയായിക്കോളും ഇവന്മാരുടെ സൂക്കേടൊക്കെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറി ചെല്ലേണ്ടത് എൻ്റെ വീട്ടിലേക്കല്ലേ ചേച്ചി? ഗിരിയേട്ടൻ അന്ന് തന്നെ എന്നെ കൊന്നുകളയും. എന്തിനാണ് ചേച്ചി വെറുതെ? ഈശ്വര, എന്താ ഞാൻ ചെയ്യാം? ഇങ്ങനെയുണ്ടോ ഏട്ടന്മാര്? അരുണിമ വൃന്ദാവനത്തിൽ ചെന്നാൽ ബാഗും ചോറുമൊക്കെ വയ്ക്കാനും വിശ്രമിക്കാനും വേണ്ടി കെട്ടിയിരുന്ന കൊച്ചുമുറിയുടെ പടിക്കെട്ടിൽ വിഷാദയായിരുന്നു. ചന്ദ്രച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപു അവർക്ക് നേരെ നടന്നു വരുന്നത് കണ്ടു. അകലെ നിന്നായതുകൊണ്ടും കണ്ണിന് നേരിയ മൂടലുള്ളതുകൊണ്ടും ചന്ദ്രച്ചി പെട്ടെന്ന് പോയ പ്രവി വീണ്ടും തിരികെ വരികയാണെന്നാണ് കരുതിയത്. അയ്യോ ദേവണ്ണേ, ആ കുരിപ്പ് വീണ്ടും ദേ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. ആ നാശം അപ്പൊ പോയില്ലേ പണ്ടാരം? ചന്ദ്രേച്ചി പ്രാഗിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അരുണിമ വേഗം ചാടിപ്പിടിഞ്ഞ് എണീറ്റ് നോക്കി. കണ്ട മാത്രയിൽ അരുണിമയ്ക്ക് ആളെ മനസ്സിലായി. ഇതാ പണ്ടാരല്ലേ ചേച്ചി? ആരാടി പെണ്ണെ പിന്നെ? അതുവരെ ഭയവും നിരാശയുമൊക്കെ ഇടകലർന്ന് സ്ഫുരിച്ചിരുന്ന അരുണിമയുടെ മുഖം മഴവല്ല് പോലെ വിരിഞ്ഞു. നാണം കൊണ്ടോ സന്തോഷം കൊണ്ടോ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. ആ നിമിഷം അവൾ എല്ലാ ആദികളും മറന്നു. ചേച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി. ആര്? ചേച്ചി, കരിങ്കാളിയിലെ കണ്ടക്ടർ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ദീപു. എടി പെണ്ണെ, ആണോ? ഹോ, ചെക്കൻ അപ്പോൾ തന്നെ നിന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നല്ലോ. എന്തോ പറയാനുണ്ട് ഈ പെണ്ണെ. ഇതാണ് പറയുന്നത്, ദൈവം ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം തരുമെന്ന്. ദേ വന്നത് കണ്ടോ നിന്റെ ആള്? ഒന്ന് പോ ചേച്ചി, എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടോ. അരികിലെത്തും മുൻപ് ദീപു അരുണിമയ്ക്ക് ഒരു ചിരി ആദ്യമേ സമ്മാനിച്ചിരുന്നു. അരുണിമ ദീപുവിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. അല്ല, ഇതാര്? കരിങ്കാളി ബസ് വൃന്ദാവനത്തിലേക്ക് കയറി വന്നു? ഇല്ല, ഞാനിന്ന് ലീവാ. ലീവെടുത്ത് ചെടി വാങ്ങാൻ ഇറങ്ങിയതാവും. ആട്ടെ, പൂന്തോട്ട പരിപാലനം എവിടെ വരെ ആയി? അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ വന്നത് ചെടി വാങ്ങാനല്ല, വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. അത് പറ്റില്ല, ഇയാള് ചെടി വാങ്ങിയിട്ട് തന്നെ പോണം. തൊട്ട് മുന്നൊരു മുതൽ വന്നിരുന്നു. പൊന്നോ, ചെടിയും വാങ്ങിയില്ല, ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം കളഞ്ഞു. അത് പറഞ്ഞപ്പോൾ ചന്ദ്രേച്ചിക്ക് അരുണിമ ദീപു കാണാതെ ഒരു പിച്ചു കൊടുത്ത് വേണ്ടെന്ന് സൂചിപ്പിച്ചു. പെട്ടെന്ന് ചേച്ചി പരിസരം മറന്ന് ഒച്ച വെച്ചു. എന്താ? ആരാ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചന്ദ്രമതി, അരുണിമയുടെ ചന്ദ്രേച്ചി. ഞാനും ഇവിടെയാ ജോലി നോക്കുന്നത്. ആദ്യം മോൻ വന്ന കാര്യം പറയും, എന്നിട്ട് പറയാം. അത് പിന്നെ ദീപുവിന് ചെറിയൊരു ചമ്മൽ തോന്നി. ചന്ദ്രേച്ചി കാര്യം മനസ്സിലാക്കി അവിടെ നിന്നും മാറിക്കൊടുത്തു. അത് പിന്നെ അരുണിമ, അധികം വളച്ചു കെട്ടാറില്ലാതെ ഞാനൊരു കാര്യം പറയാം. അന്ന് അരുണിമയോടെ ചെടി വേണമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. അതിന് കാശ് ചോദിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തുപോലെ ആയി. ഞാൻ അധികം നീട്ടുന്നില്ല. വേണ്ട, അന്നതിനുള്ള മറുപടിയും ഞാൻ തന്നാണല്ലോ ദീപുവിന്. ദീപുവിന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ആയി. എന്നാലും നേരിൽ മുഖത്ത് നോക്കി തുറന്നു പറയണ അരുണിമ. മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. അവിടെ എവിടെയും തൊടാതെ പറഞ്ഞാൽ അത് ശരിയാവില്ല. അരുണിമയ്ക്ക് പെട്ടെന്ന് ഹൃദയം പടപടായടിച്ചു. എങ്കിലും നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾക്ക് തോന്നി. കാര്യം മുഖത്ത് നോക്കി പറയാൻ അവൾ ധൈര്യപ്പെട്ടു. ദീപു, എൻ്റെ ഏട്ടനെ നന്നായി അറിയാലോ. ഒരു നേരം പോലും എനിക്കും അമ്മയ്ക്കും സമാധാനം തന്നിട്ടില്ല ഏട്ടൻ. എൻ്റെ കല്യാണമാണ് പാവ എൻ്റെ അമ്മയുടെ സ്വപ്നം. ഏട്ടന് ആ ചിന്തയൊന്നുമില്ല. ഞാൻ പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശ് മതി. പക്ഷേ കല്യാണം അതത്ര പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമല്ല. കുറവുകൾ അംഗീകരിക്കാനുള്ള മനസ്സുകൾ വളരെ കുറവല്ലേ ദീപു? തൻ്റെ ഈ കുറവ് നോക്കാത്ത ഒരാളെ താൻ അംഗീകരിക്കുമല്ലോ. അപ്പോൾ തനിക്ക് ഈ എന്നെ കണ്ണുകൂട്ടി സ്വീകരിക്കാം. ഞാൻ അരുണിമയെ ചതിക്കില്ല. ശരിക്കും ഉള്ളിൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെല്ലാം പറയുന്നത്. പിന്നെ സ്വാഭാവികമായും എതിർപ്പ് കാണും. അതെൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് നല്ല പോലെ ഉണ്ടാകും. അവിടെ അമ്മയാണെങ്കിൽ ഇവിടെ ഗിരിയേട്ടൻ. തോന്നി തന്നോട് നേരിട്ട് വന്നെൻ്റെ ഇഷ്ടം പറയണം തോന്നി. എനിക്കൊരു ഉറപ്പുണ്ട് തനിക്കും എന്നോട് ഇഷ്ടമാണെന്ന്. അങ്ങനെ തന്നെയല്ലേ അരുണിമേ? അരുണിമ ദീപു പറയുന്നത് മുഴുവൻ കേട്ട് ലയിച്ചു നിന്നു. അരുണിമയോടാ സമ്മതമല്ലേ? തനിക്കിനി ഇഷ്ടമല്ലേടോ? അരുണിമ മുഖം താഴ്ത്തി മന്ദഹാസത്തോടെ മൂടി. അത് കണ്ടപ്പോൾ തന്നെ ദീപുവിന് ഉത്തരം കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടാൻ തോന്നി. അവൻ കയ്യും കെട്ടി നിന്ന് അരുണിമയുടെ മുഖത്തേക്ക് തല താഴ്ത്തി നോക്കി പുഞ്ചിരിച്ചു. അല്ല, എനിക്ക് വരാവോ? കാര്യങ്ങൾ ചിരിയും കളിയും ആയി അവസാനിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് വന്നോട്ടെ പെണ്ണെ, ചന്ദ്രേച്ചി ചോദിച്ചു. ആ ചേച്ചി, അരുണിമ പറഞ്ഞു. അല്ല, നേരത്തെ എന്താ പറഞ്ഞത്? എന്തോ പറയാന്ന് പറഞ്ഞില്ലേ? ആരാ വന്നത്?
എന്താ സംഭവം? ദീപ് ചോദിച്ചപ്പോൾ ആ കാര്യം അവനോട് പറയണോ അതോ വേണ്ടയോ എന്നാലോചിച്ച് പരസ്പരം നോക്കി ആശങ്കയോടെ നിന്നു.